നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാടിന്റെ വികസനത്തിന് UDF വിജയിക്കണമെന്ന് പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ പറഞ്ഞു. ടീം കോൺഗ്രസ് മറവാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ച അദ്ദേഹം പുതുക്കാടിന്റെ സമഗ്രമായ വികസനത്തിനും ജനകീയ പ്രശ്നപരിഹാരങ്ങൾക്കും UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു. കുടുംബസംഗമത്തിൽ പങ്കെടുത്തവരുടെ വലിയ ജനപങ്കാളിത്തം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കാൻ പോകുന്ന വൻ വിജയത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർമാർ നൽകുന്ന സ്നേഹവും പിന്തുണയും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് KM ബാബുരാജ പറഞ്ഞു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും നിരവധി കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തു നിന്നും ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുക എന്നുള്ളത് ഭാഗ്യം ഇപ്പോൾ എനിക്ക് ലഭിച്ചു. അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടും നമുക്കത് വിജയിച്ച് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. 8 വരെ ഈ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. കഴിഞ്ഞ 3 ദിവസമായി മാറ്റമില്ലാതെ തുടരുന്ന വിലയാണ് തിങ്കളാഴ്ച ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നത്. പവന് 1320 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയും ആഗോള സാഹചര്യങ്ങളുമാണ് വിലയിൽ ഇത്രയും വലിയ മാറ്റമുണ്ടാക്കിയതെന്നാണ് സൂചന. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 22 ക്യാരറ്റ് സ്വർണം ഒരു പവന് 165 രൂപ കുറഞ്ഞ് 1,09,360 രൂപയിലെത്തി. ഗ്രാമിന് 13,670 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പവന് 1,10,680 രൂപ എന്ന നിരക്കിലായിരുന്നു വില വിപണനം നടന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ 1,09,240 രൂപയിലേക്ക് സ്വർണ്ണവില ഏറെക്കുറെ അടുത്തിരിക്കുകയാണ്. 2026 ജനുവരി 29 രേഖപ്പെടുത്തിയ ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവിലയുടെ ചരിത്രത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. അവിടെ നിന്നാണ് വിപണി ഇപ്പോൾ താഴ്ന്ന നിരക്കിലേക്ക് നീങ്ങുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുന്നതായാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളിവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം വെള്ളിക്ക് 250 രൂപയും 10 പവൻ വെള്ളിക്ക് 2500 രൂപയുമാണ് വിപണിയിലെ ഇന്നത്തെ നിരക്ക്. തുടർച്ചയായ ദിവസങ്ങളിൽ വില മാറ്റമില്ലാതെ നിന്ന ശേഷമുണ്ടായ ഈ ഇടിവ് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിലും വിലയിൽ മാറ്റങ്ങൾ പ്രകടമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി നൽകുന്ന സൂചന. കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ കൊടകര പൂനിലാർക്കാവ് കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരി പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ക്ലാസിന്റെ ഉദ്ഘാടനം സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി K. കർത്ത അധ്യക്ഷത വഹിച്ചു. കളരി ആശാൻ K. ഹരി, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാടൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ, പ്രസിഡന്റ് സരസ സുരേഷ്, ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളായ രാജൻ കൗങ്ങാമ്പിള്ളി, സുശീല പ്രേംലാൽ, ഭഗിനി മണ്ഡൽ കമ്മിറ്റി അംഗങ്ങളായ രത്നം കുട്ടൻ വെട്ടിയാട്ടിൽ, സിന്ധു തിലകൻ പണിക്കാടൻ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് തന്നെ ഓരോരോ പുതിയ നമ്മളിവിടെ പരിശീലനങ്ങൾ കൊണ്ടുവന്നു. അത് വളരെയധികം ഈ ക്ഷേത്ര കമ്മിറ്റിയോട് ഒരുപാട് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തില് നന്ദിപുലം കടവിൽ അമ്മിണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാധവൻ എഴുത്തച്ഛനാണ് ഭർത്താവ്. മനോഹരൻ, ശിവശങ്കരൻ, വിജയ, ശൈലജ എന്നിവർ മക്കളും വത്സല, സ്മിത, ചന്ദ്രൻ, മനോഹരൻ എന്നിവർ മരുമക്കളുമാണ്.
പുതുക്കാട് ബസാർ റോഡ് അരിമ്പൂര് മുള്ളക്കര ജോസഫ് ആന്റണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. പരേതയായ മേരിയാണ് ഭാര്യ. ജോൺസൺ, ജോൺസി, ഫ്രാൻസി എന്നിവർ മക്കളും നിർമ്മൽ, ദീപക് എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,670 രൂപയും പവന് 1,09,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.